ഞാനിന്നിവിടെ ഒരു സാധാരണ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് പക്ഷേ ഓവനിൽ ചെയ്ത് കാണിക്കുന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാവർക്കും അറിയുന്ന സ്പോഞ്ച് കേക്ക്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പൊടി തരിക്കാൻ ആവശ്യമായ ഒരു തരിപ്പ് എടുത്ത് വയ്ക്കുക. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ് എന്നിവ നന്നായി ഇളക്കിയെടുക്കുക. ഇത് ശരിക്കും ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുക. ഉണങ്ങിയ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നന്നായി അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ചായിട്ട് അടിച്ചെടുക്കുക. നന്നായി അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി അടിച്ചെടുക്കുക. സൺഫ്ലവർ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ പൾസ് മോഡിലിട്ട് അടിച്ചെടുത്താൽ മതി. ഇവിടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഓയിലിട്ട് അടിച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൂടി ഒഴിക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പൊടി കുറച്ചായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ഉപയോഗിക്കുന്നത് കെൻസ്റ്റാറിൻ്റെ ഓവനാണ്. അതിന് ഫസ്റ്റിൽ സ്വിച്ച് ഓൺ ചെയ്ത് കൺവെൻഷൻ പ്രസ് ചെയ്താൽ 110ലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കൊണ്ടുവന്നാൽ 180ലേക്ക് ആക്കി വെക്കണം. ഇനി അതിൻ്റെ മേലെയുള്ള ക്ലോക്ക് പ്രസ് ചെയ്യുക. 30 മിനിറ്റിൽ വെച്ചിട്ടാണ് കേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് പിന്നെയും കുറച്ച് 10 മിനിറ്റ്സ് ആക്കി വെക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഒരു കേക്ക് ട്രേ എടുത്ത് അതിൽ ബട്ടർ പേപ്പറിൽ ഓയിൽ തേച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി ഒഴിച്ച് 3 തവണ ടാപ്പ് ചെയ്ത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെക്കാം. ഇനി പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ ഒന്നുകൂടി സെറ്റ് ചെയ്യുക. ആദ്യം കൺവെൻഷൻ അടിച്ച് അതിൽ 180ലേക്ക് ആക്കി എന്നിട്ട് ക്ലോക്ക് പ്രസ് ചെയ്ത് ഇടത്തോട്ട് 30 മിനിറ്റിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ കുറച്ച് 30ലേക്ക് എത്തുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കി നോക്കാൻ പാടില്ല. അപ്പോഴേക്കും കേക്ക് കൊഴിഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്ന്. 30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാം. ഞാനൊരു 6 മിനിറ്റൊക്കെ എത്തിയപ്പോഴാണ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയത്. അപ്പോഴേക്ക് തന്നെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 30 വരെ വേണ്ടി വന്നില്ല. അപ്പോൾ നിങ്ങൾ അതും ഒന്ന് ശ്രദ്ധിക്കാം. 10ന് താഴെ എത്തുമ്പോൾ ഒന്ന് ഓപ്പൺ ആക്കി നോക്കി നോക്കുക. ഇത് സാധാരണ സ്പോഞ്ച് കേക്കാണ്. ഓവനിൽ ആദ്യമായിട്ടാണ് ഞാൻ കേക്ക് ചെയ്യുന്നത്. ഓവൻ ഉണ്ടായിട്ടും ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.